ഈശോ നേരിട്ട് സംസാരിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഹമാസിന്റെ സ്ഥാപക നേതാവ് മുഹമ്മദ് അൽ കവാസ്മിയുടെ മകളുടെ സാക്ഷ്യം അത്ഭുതമാകുകയാണ്. മുൻപ് ഗാസയിലെ ഹമാസ് തീവ്രവാദ നേതാവിന്റെ ഭാര്യയായിരുന്നു അവളാണ് ജുമാൻ അവാബ്സ്മി. 2014 നടന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെയായിരുന്നു ഈശോ അവളെ ഒരു വ്യക്തിപരമായ കണ്ടുമുട്ടലിന്റെ അനുഭവത്തിലേക്ക് നയിച്ചത്. ജൂതനെയും ക്രിസ്ത്യാനിയും എന്തിന് ഷിയ മുസ്ലിമുകളെ വരെ കൊല്ലാനും വെറുക്കാനും ചെറുപ്പം മുതലേ തന്നെ പഠിപ്പിച്ച ഹമാസിന്റെ പാളയത്തെ തന്നെ വിറപ്പിച്ചുകൊണ്ടായിരുന്നു ജുമാൻ അവാബ്സ്മി ക്രൈസ്തവ വിശ്വാസം പുൽകിയത്. അതീവ ആനന്ദത്തോടെയും ആവേശത്തോടെയുമാണ് CBN ന്യൂസിനോട് അവൾ തന്റെ അത്ഭുത മാനസാന്തരത്തിന്റെ സാക്ഷ്യം പങ്കുവച്ചിരിക്കുന്നത്. ഹമാസ് ഇസ്ലാമിക തീവ്രവാദ പരിശീലനത്തിന്റെ വിശേഷണങ്ങൾ ജുമാൻ അവാബ്സ്മി പങ്കുവച്ചു. ഗാസയിലെ ചീറിപ്പായുന്ന മിസൈലുകൾക്കും ഹമാസിന്റെ കൊലവിളികൾക്കുമിടയിൽ വർഷങ്ങളോളം കഴിഞ്ഞ തന്നെ യേശു നേരിട്ട് തന്റെ സ്നേഹവലയത്തിലേക്ക് ആകർഷിച്ച അനുഭവം അവൾ പങ്കുവയ്ക്കുന്നത് അടക്കാനാവാത്ത സന്തോഷ നിറവോടെയാണ്. ഖത്തറിലായിരുന്നു ജുമാൻ ജനിച്ചതും പഠിച്ചതും. വളർന്നത് വെറുപ്പിന്റെ തീയിലായിരുന്നു. ഹമാസ് സ്ഥാപക നേതാവായ മുഹമ്മദ് ഖവാസ്മിയും ഭാര്യയും വെറുപ്പിന്റെ വിത്തുകൾ പാകിയൊരുക്കിയ മകൾ. And my father is one of the founders of Hamas. So my father and my mom, they raised us to hate Israel and hate Jewish, hate Christian, and even hate the Shia, the Muslim, the Shia, and hate everyone who's not belong to Hamas and curse them. And yeah, I just want to say sorry, but we used to curse all the Christian and the Jewish. We feel like we should kill them. യഹൂദരെയും ക്രൈസ്തവരെയും ശപിക്കാൻ പഠിപ്പിച്ച കുട്ടിക്കാലം. ഇസ്രായേലിനെ വെറുക്കൂ, യഹൂദരെ വെറുക്കൂ, ക്രിസ്ത്യാനികളെ വെറുക്കൂ. വീട്ടിൽ നിരന്തരം ഉരുവിട്ടിരുന്ന വാക്കുകളായിരുന്നു അവ. 2002 ഗാസയിലേക്ക് മാറി. ഹമാസ് നേതാവിനെയായിരുന്നു വിവാഹം കഴിച്ചത്. ഗാസയിലെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ ജുമാൻ അവാബ്സ്മി മാറി ചിന്തിക്കാൻ ആരംഭിച്ചു. ഹമാസിന്റെ ചതികളും വഞ്ചനകളും അവൾ തിരിച്ചറിഞ്ഞു. ജുമാൻ പറയുന്നു, ഹമാസ് ഗാസയെ കൂടുതൽ ഇരുട്ടിലാഴ്ത്തി. അവർ പലസ്തീനികളെ കൊന്നു. ഹമാസിന് പുറത്തുള്ളവരെ അവർ കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇസ്ലാമിക തീവ്രവാദം പരത്തുന്ന സമാധാന തകരാറും അവരുടെ ദിനചര്യയായ കൊലപാതക പരമ്പരകളും രക്തച്ചൊരിച്ചിലുകളും ജുമാൻ അവാബ്സ്മി വിവരിക്കുന്നു. ഗാസയിൽ സമാധാനം ഇല്ലാതാക്കിയത് ഹമാസ് ആയിരുന്നുവെന്ന് ജുമാൻ അവാബ്സ്മി പറഞ്ഞു. ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർ റോക്കറ്റുകൾ അയക്കാൻ തുടങ്ങി. അതിനാൽ ഇസ്രായേൽ തിരിച്ച് ബോംബിംഗ് തുടങ്ങി. അതിനു മുൻപ് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2008 യുദ്ധത്തിനു ശേഷം ഇസ്രായേൽ ഗാസയെ പുനർനിർമ്മിക്കാൻ പണം നൽകി. ഗാസയെ സിംഗപ്പൂർ പോലെ ആക്കുമെന്ന് ഗാസയിലെ ആളുകളോട് അവർ വാഗ്ദാനം ചെയ്തു. പക്ഷേ സമാധാനം നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ ഹമാസിന് സമാധാനം വേണ്ട. പുറത്തുനിന്ന് വരുന്ന എല്ലാ പണവും അവർ കയ്യിലാക്കി. അവർ ഗാസയെ പുനർനിർമ്മിക്കാൻ വരുന്ന എല്ലാ പണവും എടുത്ത് നഗരത്തിന് കീഴെ ഒരു ഭൂഗർഭ തുരങ്ക നഗരം നിർമ്മിച്ചു. അവർ ടണലുകൾ മാത്രം നിർമ്മിച്ചു. പക്ഷേ അവർ സാധാരണക്കാർക്കോ കുട്ടികൾക്കോ ഒരു ഷെൽട്ടറും നിർമ്മിച്ചില്ല. ടണലുകൾ ഹമാസിനുള്ളതായിരുന്നു. സാധാരണ പൗരന്മാരെ മരിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് അവർ ടണലുകളിൽ ഒളിക്കുന്നു. സാധാരണക്കാരെയും കുട്ടികളെയും മനുഷ്യ കവചങ്ങളാക്കി ഉപയോഗിക്കുന്നു. അവർ 4-5 വയസ്സുള്ള കുട്ടികളോട് ഇസ്രായേലിനെ വെറുക്കാനും ആയുധങ്ങൾ ഉപയോഗിക്കാനും പഠിപ്പിക്കുന്നു. ഇതെല്ലാം താൻ കണ്ടിട്ടുണ്ടെന്നും ജുമാൻ അവാബ്സ്മി പറഞ്ഞു. ഹമാസും ഇസ്രായേലും തമ്മിലുണ്ടായ 2014 യുദ്ധം ഹമാസിന്റെ ചതികൾ കൂടുതൽ വ്യക്തമാക്കി. സ്ഫോടനം നടത്തുന്നതിന് മുൻപായി ആൾനാശം ഒഴിവാക്കാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്റെ മുൻ ഭർത്താവിനെ വിളിച്ച് പ്രാദേശിക നിവാസികളെ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആരും വീട്ടിലില്ല എന്നായിരുന്നു അയാൾ കള്ളം പറഞ്ഞത്. ഇസ്രായേൽ സാധാരണ ജനങ്ങളോട് കരുതലുള്ളവരായിരുന്നു. സ്ഫോടനത്തിൽപ്പെട്ട അപായമുണ്ടാകാതിരിക്കാൻ അവർ സാധാരണ പൗരന്മാർക്ക് മുന്നറിയിപ്പ് തരുമായിരുന്നു. ആ രാത്രിയിൽ തൊട്ടടുത്ത വീട് ബോംബിങ്ങിൽ തകർന്നു. രാത്രി സ്ഫോടനത്തിൽ താനും മരിക്കുമെന്ന് അവൾ പേടിച്ചു. കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് യഥാർത്ഥത്തിലുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കണം. ആ രാത്രിയിൽ മരിച്ചുപോയ അമ്മയെ കാണുന്ന ഒരു അനുഭവം അവൾക്കുണ്ടായി. ബാൽക്കണിയിലിരിക്കവേ ചന്ദ്രൻ വലുതായി അടുത്തു വരുന്ന പ്രതീതിയുണ്ടായി. യേശുവിന്റെ മുഖം ചന്ദ്രനിൽ തെളിഞ്ഞതായും അവൾ പറയുന്നു. യേശു എന്നോട് സംസാരിച്ചു, നീ എന്റെ മകളാണ്, ഭയപ്പെടേണ്ട. ഒരു സെക്കൻഡിനകം ഉണർന്നപ്പോൾ മുറിയിൽ വെളിച്ചം പരന്നിരുന്നു. താൻ യേശുവിന്റെ പേര് മുൻപ് കേട്ടിട്ടില്ല. ക്രിസ്ത്യാനികളോട് പരിചയവുമില്ല. പഠിച്ച ഖത്തറിലെ സ്കൂളിൽ 100% ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമായിരുന്നു. ആരും യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ പേര് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെട്ടു. ഹൃദയത്തിൽ ശാന്തി നിറഞ്ഞു. ആദ്യമായി ആരോ തന്നെ സ്നേഹിക്കുന്നുവെന്ന തോന്നൽ. I saw myself with my mom, and my mom passed away in 2005, and that was in 2014. I saw my mom, and we've been sitting in a balcony,
and the moon was so big and come closer to us. And my mom asked me to look at the moon, and I saw Jesus' face coming out the moon, and he was speak to me in Arabic, and he said, "Ana Rab Yeshua," like I'm the God Jesus. And he was talking to me. But what I'm remembering, he was say, "Inti binti ma tkhafi." You are my daughter. Don't be afraid. So I feel like, okay, when I woke up, I feel like maybe it's just take a second, but I feel like there is a moment, I feel like there is a light in the room. Something like, oh, this is real. So I never heard about Yeshua's name before because we call him Isa in Quran. I never been with the Christian people. Like my community is 100% Islam. Like when I was in Qatar in the schools, it's 100% Islam. And like my activities was like going to the Islamic center and memorization Quran. And I never met Christian people in my life to see like people come and told me about Jesus. No one told me about him before. But when I heard the name, I feel like it's a beautiful name. And he's a beautiful God. And I feel peace inside my heart. It's like, for the first time, I feel like someone's loved me. ഗൂഗിളിൽ തിരഞ്ഞു. ഒരു ക്രിസ്ത്യൻ പേജ് തുറന്നപ്പോൾ കിട്ടിയ ആദ്യ വചനം ശത്രുക്കളെ സ്നേഹിക്കുക എന്നതായിരുന്നു. എപ്പോഴും കോപിക്കുന്ന ദൈവമല്ല തനിക്ക് മുൻപിൽ വന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സത്യം തിരിച്ചറിഞ്ഞതിന്റെ സന്തോഷവും സമാധാനവും ആ നിമിഷം അവൾ അനുഭവിച്ചു. ആ പേജിലേക്ക് മെസ്സേജ് അയച്ചു. ബൈബിൾ വായിക്കാൻ അഡ്മിൻ പറഞ്ഞു. തന്നെ പോലെ ആയിരക്കണക്കിന് പേർ യേശുവിനെ കാണുകയും ക്രിസ്തു വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവിടെ നിന്നായിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള ജുവാൻ അവാബ്സ്മിയുടെ യാത്ര ആരംഭിച്ചത്. ഇന്നവൾ അഭിമാനത്തോടെ ചങ്കൂറ്റത്തോടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്ന് താൻ അനുഭവിക്കുന്ന ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അവൾ നിർഭയം ലോകത്തോട് പ്രഘോഷിക്കുകയാണ്. And the funniest thing, before I become a Christian and I saw Jesus, like when I hear someone become a Christian, converting to Christian, I feel like, oh, he will go to hell definitely. This guy, like, you know. So now it's me, like accepting Jesus in my life, and I start the journey with him.